8-ാം തീയതിയിലത്തെ വീഡിയോ അല്ലോ 8/4/2025 വീഡിയോ അങ്ങോട്ടൊക്കെയാണ്. ഈ തെങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണങ്ങി നിന്നിട്ട് നിറച്ച് ഉറുമ്പ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളോട് പറയുക. ഇതാണ് അവസ്ഥ. ഇങ്ങോട്ടാണ് ഒരു തെങ്ങിൻ്റെ മുകളിൽ ഇത്രയും തെങ്ങിന് കാരണം ഒരുപാട് മാസമായിട്ട് നിർത്തിയിട്ടിട്ടേ ഇത് പരിക്ക ആളെ കിട്ടാതെ നമ്മൾ കോൺട്രാക്ട് എടുത്തതാണ്. പക്ഷേ കുറേ മാസമായിട്ട് ഞാനും വന്നിട്ടുണ്ടായില്ല. തെങ്ങിന് വല്ലാത്ത ഉറുമ്പിൻ്റെ കടിയാണ് സഹിക്കാൻ വയ്യാത്തത്. വേറെ എല്ലാം സഹിക്കാം. ഇവറ്റിങ്ങൾ ഈ പഞ്ചസാരൊക്കെ കൊടുന്നിട്ടിട്ട് തെങ്ങിൻ്റെ ചുവട്ടിൽ അതാണ് ഈ മനുഷ്യനെ ഇവിടെ തെങ്ങ് കയറുമ്പോഴത്തേന് ആകെ ഇല്ലാതാവും. അല്ലേ ഹംസക്ക? നാട്ടിലൊക്കെ ഒരു തെങ്ങ് കയറുമ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് നാട്ടിൽ 10 തെങ്ങും 20 തെങ്ങൊക്കെ കയറ്റി സുഖമായിട്ട് 10-2000 രൂപ ആൾക്കാർ വാങ്ങിയിട്ട് സുഖമായിട്ട് വീട്ടിൽ കിടന്നു ഉറങ്ങും. ഇവിടെ പറ്റൂല. ഇവിടെ തെങ്ങേറ്റക്കാർ വരും, 2 ദിവസം പണിയെടുക്കും, ഒറ്റൊന്നും പിന്നെ കാണില്ല. കാരണം ഒക്കെ ഈ അപകടം പിടിച്ച തെങ്ങായ കാരണം ആൾക്കാർക്ക് അതിനോട് താല്പര്യമില്ല. ഇവിടെ തെങ്ങേറിയ 300 രൂപ 250-300 കൂലിയിട്ടുണ്ട്. പക്ഷേ വരുന്നവരൊക്കെ വേഗം പോവുകയാണ്. ഞാൻ മനോരമയിലടക്കം പണ്ട് 12 കൊല്ലം മുന്നേ മനോരമയിൽ ചെറിയ റിപ്പോർട്ട് കൊടുക്കാൻ അന്ന് 3500 രൂപയായി. ചെറിയൊരു മലപ്പുറം ജില്ലയിലേക്ക് തെങ്ങേറ്റക്കാർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അന്ന് ആൾക്കാരൊക്കെ വന്നവരൊക്കെയാണ് മടങ്ങിപ്പോയി. ആർക്കും ഇവിടെ വന്നിട്ട് പറ്റുന്നില്ല. ഓരോരുത്തർ സ്വപ്നം കണ്ടിട്ടാണ് വന്നത്. കാരണം ഇവിടുത്തെ പണി അങ്ങനെയാണ്. ഒരു മണിക്കൂർ തെങ്ങിൻ്റെ മുകളിൽ മനുഷ്യനെ ഉറുമ്പിൻ്റെ കാടിയും കടന്നലിൻ്റെ കുത്തൊക്കെ കൊള്ളുമ്പോൾ പരുന്നിൻ്റെ ശല്യമൊക്കെ സഹിക്കാതാവുമ്പോൾ എന്തായാലും 3 പെൺകുട്ടീൻ്റെ ഒരു ആൺകുട്ടീൻ്റെ ഒന്നിനെ കല്യാണം കഴിച്ച് ഇനി 2 കൂടി കെട്ടിച്ചിട്ട് വല്ല സ്വർണ്ണം ഉണ്ടാക്കാനൊന്നും ആഗ്രഹിക്കണില്ല. ഇനി 2 പെൺകുട്ടിയും കൂടിയും കെട്ടിച്ചാൽ ഒരു ഓട്ടോറിക്ഷ എടുക്കാൻ അടവിനല്ല റെഡി പൈസക്ക് ഓട്ടോറിക്ഷ എടുത്തിട്ട് ഒരു 200-250 രൂപ ദിവസം കിട്ടുക എന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ റബ്ബിനെ സ്തുതിക്കുകയാണ്. കാരണം അല്ലാതെ കണ്ടമാനം പണം ഉണ്ടാക്കണമെന്നൊന്നും ആഗ്രഹിക്കണില്ല. കണ്ടമാനം ലക്ഷങ്ങളോളം തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് പണം കിട്ടി ഒരുപാട് പൈസ ഉണ്ട്. അങ്ങനെ ഇങ്ങനെയും പോയി. ഒരുത്തൻ 11 ലക്ഷം ഉറുപ്പ്യയിട്ട് പോയി. കാസർകോട്ടുകാരെ ഇച്ച മുഹമ്മദ് അതിനെ പറ്റിച്ച് ആൾ തരുന്നുണ്ട്. അപ്പോൾ മറവഞ്ചേരിയിലുള്ള റിനീഷ് വീട് വെക്കാൻ വേണ്ടിയിട്ട് അതിനും കൊടുത്ത് ഓനും കൊണ്ടുപോയി. അനവധി ആൾക്കാർ ഞാനീ തെങ്ങ് കയറുന്ന പൈസ ഓരോരുത്തരുടെ വിഷമം കാണുമ്പോൾ മറ്റേ 11 ലക്ഷം കൊടുത്ത് ഞാൻ സ്വർഗം ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തതാണ്. ഓൻ പറഞ്ഞ് ആൾക്ക് 45,000 രൂപ തരാണ്ട് വേറെ ഇടത്തുനിന്ന് ജാമ്യം നിന്നിട്ട് വാങ്ങിക്കൊടുത്തു. അവസാനം ഓനായിട്ടാണ് ഹോട്ടലിൽ പൊളിഞ്ഞപ്പോൾ ആയിട്ടാണ് പോയി. ആൾ തരുന്നുണ്ട് 10,000-15,000 രൂപയ്ക്കായിട്ട് അതിൻ്റെ ആൾക്ക് വിട്ടു കൊടുക്കുന്നുണ്ട്. വല്ലാത്തൊരു ജീവിതം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കുടുംബം നോക്കില്ലേ. ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പരലോകത്ത് വെച്ചിട്ട് പടച്ച ഓരോ മനുഷ്യൻ്റെ പ്രയാസങ്ങളൊക്കെ അള്ളാഹ് തീർത്ത് തരും. അധ്വാനിച്ചിട്ട് തന്നെ പൈസ ഉണ്ടാക്കണം. പക്ഷേ ഈ ആദ്യം അധ്വാനിച്ച മനുഷ്യൻ വേഗം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകും. എന്തായാലും അള്ളാഹ് കാക്കട്ടെ. ഒരാളെ പൈസ ഒന്നും നമ്മൾ പറ്റിച്ച് തന്നിട്ട് നമ്മൾ അധ്വാനിച്ചിട്ട് അതോടെ തന്നെ രോഗം പിടിച്ച് പിടിപെട്ടിട്ടാണ്ട് മരിക്കട്ടെ. അല്ല ഹംസക്ക? അധ്വാനിച്ചിട്ട് അതോടെ തന്നെ രോഗം പിടിപെട്ടിട്ടേ അത് മരിക്കട്ടെ. എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ലാതെ നമ്മളിപ്പോൾ ഒരാളെ പൈസ കക്കാനും പിടിക്കാനും ഒരു മനുഷ്യനും ചെയ്യണില്ല. സാധാ കൂടുതൽ പറഞ്ഞു പോകണില്ല.